നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ 100% സബ്സിഡിയറി ആയിട്ടുള്ള NTPC ഗ്രീൻ എനർജി എന്ന ഈ കമ്പനിയുടെ വിശേഷത്തിലേക്ക് കടക്കാം. അത് നവംബർ 19 മുതൽ 22 വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. സ്വിഗ്ഗി ഈ അടുത്ത കാലത്ത് 11,327 കോടി രൂപയുടെ ഒരു ഇഷ്യൂ നടത്തിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മറ്റൊരു ഇഷ്യൂ ആണ് ഈ അടുത്ത കാലത്ത് വന്ന ഇഷ്യൂകളിൽ ഏറ്റവും വലിയ മറ്റൊരു ഇഷ്യൂ ആണ് NTPCയുടേത്. 10,000 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത ഇതെല്ലാം തന്നെ പുതിയ ഓഹരികളാണ് എന്നുള്ളതാണ്. NTPC ഗ്രീൻ എനർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുമേഖലയിൽ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയുടെ കാര്യത്തിലും പവർ ജനറേഷൻ്റെ കാര്യത്തിലും ജലവൈദ്യുതി ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പവർ ജനറേറ്റിംഗ് കമ്പനി തന്നെയാണ് NTPC ഗ്രീൻ എനർജി എന്നുള്ളത്. സോളാർ എനർജിയും വിൻഡ് പവർ എനർജിയുമാണ് ഇവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലാണ് കമ്പനിയുടെ ഓപ്പറേഷൻസ് ഉള്ളത്. നോയിഡയാണ് ആസ്ഥാനം. അപ്പോൾ 10,000 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്ന ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ IPO വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഇക്കഴിഞ്ഞ ജൂണിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ NTPC ഗ്രീൻ എനർജിയുടെ സോളാർ പ്രോജക്ട്സിൻ്റെ ഒരു ഓപ്പറേഷണൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3,220 മെഗാവാട്ടാണ്. അവരുടെ വിൻഡ് പവർ കപ്പാസിറ്റി ആണെങ്കിലും 100 മെഗാവാട്ട് വരുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രൊജക്റ്റുകൾക്കും മറ്റ് അവരുടെ കോർപ്പറേറ്റുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഉൽപ്പാദനം നടത്തുന്നത്. ഇതിൽ ഒരു ഏകദേശം 41 സോളാർ പ്രൊജക്റ്റുകളിൽ നിന്നും 11 വിൻഡ് പ്രൊജക്റ്റുകളിൽ നിന്നും അവർക്ക് ഏകദേശം 17 വലിയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഓഫ് ടേക്കേഴ്സിൻ്റെ എഗ്രിമെൻറ്റിൽ അവർക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ടുള്ള 3,320 മെഗാവാട്ട് ഓപ്പറേറ്റിംഗ് പ്രൊജക്ട്സുകളിൽ നിന്നുള്ളതും പിന്നെ കൂടാതെ കോൺട്രാക്റ്റഡ് ആയിട്ടും അവാർഡഡ് ആയിട്ടും ഉള്ള 13,576 മെഗാവാട്ടും കൂടി ചേരുമ്പോൾ NTPC ഗ്രീൻ എനർജിയുടെ പോർട്ട്ഫോളിയോ ടോട്ടലായിട്ട് വരുമ്പോൾ 16,896 മെഗാവാട്ടാണ് എന്ന് വരുന്നുണ്ട്. അത് കൂടാതെ കമ്പനി ഇപ്പോൾ ഒരു 9,175 മെഗാവാട്ടിൻ്റെ കപ്പാസിറ്റി ഉള്ള പ്രൊജക്റ്റുകൾ അവരുടെ പൈപ്പ് ലൈൻ ഇപ്പോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റുകളുടെ പരിപാടിയിലാണ് ഇപ്പോൾ കമ്പനി ഉള്ളത്. കൂടാതെ ഒരു 25,671 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റ് അവർ MOU സൈൻ ചെയ്തിട്ടുണ്ട് മറ്റു ചില പാർട്ട്നേഴ്സുമായിട്ട്. അപ്പോൾ കമ്പനി വളരെ വേഗത്തിൽ തന്നെ ഈ റിന്യൂവബിൾ എനർജിയുടെ ജനറേഷൻ്റെ കാര്യത്തിൽ വളരെയേറെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇത് ഊർജ്ജ വകുപ്പിന് കീഴിലേക്ക് മിനിസ്ട്രി ഓഫ് പവറിന് കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ്. 100% ഓഹരികളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ഗുർദീപ് സിംഗിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. EPS 0.42, PE റേഷ്യോ 259.55, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 5.53%, NAV 8.31 ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ ഗ്രൂപ്പ് കമ്പനീസ് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് കമ്പനീസാണ് ഞാൻ പറയുന്നത്. GVREL, അതായത് ഗ്രീൻ വാലി റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന കമ്പനി, NTPC റിന്യൂവബിൾ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓയിൽ NTPC എന്ന് പറയുന്ന കമ്പനിയും ഇതിൻ്റെ പ്രധാന ഒരു ഗ്രൂപ്പ് കമ്പനി. നമുക്കിനിയും 10,000 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്ന NTPC ഗ്രീൻ എനർജി എന്ന ഈ കമ്പനി അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ NTPC റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഇതിൻ്റെ സബ്സിഡിയറി ഉണ്ടല്ലോ, ആ സബ്സിഡിയറി കമ്പനിയുടെ ചില പേയ്മെൻറ്റ്സ് കൊടുത്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അവരുടെ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് അവരുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നുമാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്.
ഇനി കമ്പനിയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ കോമ്പറ്റീറ്റേഴ്സ് ആരാന്ന് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ എനർജി പ്രധാന ഒരു കോമ്പറ്റീറ്ററാണ്. പിന്നെ റെന്യൂ എനർജി ഗ്ലോബൽ PLC ആണ് മറ്റൊരു ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനി. ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ റവന്യൂ ഈ 2023 170.63 കോടി രൂപയായിരുന്നത് 2024 ആയപ്പോഴത്തേക്ക് 2037.66 എന്നുള്ള ലെവലിലേക്ക് ഒരു വലിയ ചാട്ടമാണ്, ഉയർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത കോളത്തിൽ കാണുന്നത് സെപ്റ്റംബർ മാസത്തെ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ, അതായത് സെക്കൻഡ് ക്വാർട്ടറിലെ 2024-25 വർഷത്തെയാണ് കാണിച്ചിട്ടുള്ളത്. 1132.74 എന്നുള്ളത്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ 171.23 കോടി രൂപയാണ് നെറ്റ് ഇൻകം 2023 അത് 2024 ആയപ്പോഴത്തേക്കും 344.72 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് സെക്കൻഡ് ക്വാർട്ടറിലെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 24-25 എന്നുള്ള വർഷത്തെ നോക്കുകയാണെങ്കിൽ 175.3 എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെ വലിയ ഒരു വളർച്ചയാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ IDBI ക്യാപിറ്റൽ, അതോടൊപ്പം തന്നെ HDFC ബാങ്ക്, IIFL സെക്യൂരിറ്റീസ്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് തുടങ്ങിയ കമ്പനികളാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. KFin ടെക്നോളജീസ് ആണ് രജിസ്ട്രാർ. NTPC ഗ്രീൻ എനർജിയുടെ IPO ശേഷം ഒറ്റനോട്ടത്തിലാണ് നമ്മൾ ഇനി നോക്കുന്നത്. നവംബർ 19 മുതൽ 22 വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ 102 രൂപ മുതൽ 108 രൂപ വരെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, എംപ്ലോയീസിന് 5 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു വലിയ വിശേഷം, NTPCയുടെ ഓഹരികൾ, അതിൻ്റെ പേരൻറ്റ് കമ്പനിയുടെ ഓഹരികൾ കൈവശമുണ്ടെങ്കിൽ അവർക്ക് ഒരു വലിയ അട്രാക്ഷൻ ഉണ്ട്. അവർ ഷെയർ ഹോൾഡേഴ്സ് കോട്ടയായിട്ട് ഒരു 1000 കോടി രൂപ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ NTPCയുടെ ഓഹരികൾ ഈ കഴിഞ്ഞ നവംബർ 13 ഉണ്ടെങ്കിൽ, അതുവരെയുള്ള ഡേറ്റിൽ ഉണ്ടെങ്കിൽ, ഒരു ഓഹരിയെ ഉള്ളെങ്കിൽ പോലും അവർക്ക് ആ കോട്ടയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 1000 കോടി രൂപയാണ് അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഓഹരിയുള്ളവർ തീർച്ചയായിട്ടും ആ കോട്ടയിലാണ് അപ്ലൈ ചെയ്യാൻ ഏറ്റവും മികച്ചത് എന്നുകൂടി അറിയിച്ചോളട്ടെ. അപ്പോൾ നമുക്കറിയാം 10,000 കോടി രൂപയ്ക്കുള്ളതാണ് ഇതിൻ്റെ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ. എല്ലാം ഫ്രഷ് ഓഹരിയാണല്ലോ. ഇനി മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ട 138 ഓഹരിയാണ്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ. റീറ്റെയിൽ അലോക്കേഷൻ 10% മാത്രമേ ഉള്ളൂ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്, 15% മറ്റ് HNIസിനും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് 25-ാം തീയതി ആയിരിക്കും. നവംബർ മാസത്തിൽ 27-ാം തീയതിയാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, NTPC എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു മഹാരത്ന എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഒരു PSU ആണ്. മഹാരത്ന എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കമ്പനികളെ വിളിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ്. അത് നേടിയിട്ടുള്ള NTPCയുടെ ഒരു സബ്സിഡിയറിയാണ് NTPC ഗ്രീൻ എനർജി എന്നുള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടറിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. ഹൈഡ്രോ പവർ ഒഴിച്ച് സോളാറും വിൻഡ് പവറും നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ് പബ്ലിക് സെക്ടറിൽ ഇത്. ഇപ്പോൾ അവർ ഹൈഡ്രോ പ്രോജക്ട്സ് കൂടി ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമുക്കൊരു പുതിയ അറിവായിട്ടിരിക്കട്ടെ. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ ഈ 102 രൂപ മുതൽ 108 രൂപ വരെ എന്നുള്ള ഒരു പ്രൈസ് ബാൻഡ് ഒരു അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 91,000 crores ആയിരിക്കും ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഇത് അപ്ലൈ ചെയ്യുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ബെറ്റാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് അത്ര വലിയ ഒരു അഡ്വൈസ് ഒന്നും പറയാനില്ല. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ഒരു ഓഹരി തന്നെയാണ് ഇത് എന്ന് ആണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. NTPC ഗ്രീൻ എനർജിയുടെ IPO വിശേഷം കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാൻ മടിക്കേണ്ട, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.